നമസ്കാരം. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്നുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൗസിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി വരുന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഇന്നലെ അടിയന്തര വിശദീകരണം തേടിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ പ്രോട്ടോകോൾ വിഭാഗത്തിന് ഗുരുതരമായ ഏകോപന പിഴവ് സംഭവിച്ചതായി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുമെന്നാണ് സൂചന. ഡൽഹി വിമാനത്താവളത്തിൽ കൃത്യസമയത്ത് എത്തിയിട്ടും മണിക്കൂറുകളോളം പ്രതിപക്ഷ നേതാവിന് കാത്തിരിക്കേണ്ടി വന്ന സംഭവം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:50 വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് പോകേണ്ടിയിരുന്ന പിണറായി വിജയന് വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും വിമാനത്തിൽ കയറാൻ സാധിക്കാതെ വരികയായിരുന്നു. VIP ലോഞ്ചിലിരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാന കമ്പനി അധികൃതർ എത്താതിരുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇതിനെ ഗൗരവത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ എടുത്തിട്ടുണ്ട്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകും. ഒരു മുൻ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് പദവിയുമുള്ള പ്രതിപക്ഷ നേതാവായ വ്യക്തി യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം പ്രോട്ടോകോൾ പോലും ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്ന ആക്ഷേപം ശക്തമാണ്. വിമാന കമ്പനിയുമായി മുൻകൂട്ടി ബന്ധപ്പെട്ട് ബോർഡിംഗ് നടപടികൾ ക്രമീകരിക്കേണ്ടത് കേരള ഹൗസിലെ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. പ്രതിപക്ഷ നേതാവിനെ യാത്രയാക്കാൻ കേരള ഹൗസിലെ ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നെങ്കിലും കൗണ്ടറുകളിലെ ഏകോപനത്തിൽ ഇവർ പരാജയപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ. യാത്ര മുടങ്ങിയതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്ന പിണറായി വിജയൻ പിന്നീട് രാത്രി 7:10 മറ്റൊരു വിമാനത്തിലാണ് കോഴിക്കോട്ടേക്ക് തിരിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനാണ് വ്യാഴാഴ്ച അദ്ദേഹം ഡൽഹിയിലെത്തിയത്. യോഗത്തിനു ശേഷം ഇന്നലെ മടങ്ങാനിരിക്കെയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഈ ദുരനുഭവം ഉണ്ടായത്. അധികാര കസേര ഒഴിഞ്ഞതോടെ മുൻ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥ ഭരണകൂടം കാണിക്കുന്ന അവഗണനയാണ് ഇതെന്ന തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ മത്സരിച്ചിരുന്ന പ്രോട്ടോകോൾ വിഭാഗം പദവി മാറിയപ്പോൾ ഇത്രയും ഗുരുതരമായ വീഴ്ച വരുത്തിയത് യാദൃശ്ചികമായി കാണാൻ കഴിയില്ലെന്ന വിമർശനമാണ് ഉയരുന്നത്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഭരണഘടനാപരമായി ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയുടെ യാത്രയെക്കുറിച്ച് വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്ക് ഔദ്യോഗികമായി മുൻകൂട്ടി അറിയിപ്പ് നൽകാൻ അധികൃതർ മറന്നത് അതീവ ഗൗരവത്തോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ കാണുന്നത്. വിമാനത്താവളത്തിലെ ഉച്ചഭാഷണിയിലൂടെയുള്ള അനൗൺസ്മെന്റുകൾ VIP ലോഞ്ചിൽ കൃത്യമായി ലഭിക്കാതിരുന്നിട്ടും പ്രോട്ടോകോൾ ഓഫീസർമാർ ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നത് വീഴ്ചയുടെ ആഴം കൂട്ടുന്നു. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഒരു ജനനേതാവിനോട് കാണിക്കേണ്ട മര്യാദ പ്രോട്ടോകോൾ വിഭാഗം കാണിച്ചില്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. അധികാരത്തിന്റെ തണലിൽ ഇത്തരം വീഴ്ചകൾ വരുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് വരും കാലങ്ങളിൽ മോശം കീഴ്വഴക്കങ്ങൾക്കും കാരണമായേക്കാം. കേരള ഹൗസിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് കൃത്യസമയത്ത് ഇറങ്ങിയ പ്രതിപക്ഷ നേതാവിന് നിശ്ചിത സമയത്ത് ബോർഡിംഗ് പാസ് ലഭ്യമാക്കുന്നതിൽ പോലും ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു. സംഭവിച്ച അനാസ്ഥയെക്കുറിച്ച് പിണറായി വിജയൻ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും പാർട്ടി തലത്തിലും ഭരണതലത്തിലും ഈ വിഷയം ഗൗരവമായിട്ടാണ് എടുത്തിട്ടുള്ളത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ നിലവിലെ ഭരണകൂടം തയ്യാറാകണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ തങ്ങളുടെ പരിധി ലംഘിക്കുന്നുണ്ടോ എന്നും വ്യക്തിപരമായ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ ഔദ്യോഗിക പദവികളിലൂടെ തീർക്കുന്നുണ്ടോ എന്നും കർശനമായി പരിശോധിക്കണമെന്നും ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു.